ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അച്ചുട്ടൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കല്ലൂസിന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞങ്ങൾക്കും. നമ്മുടെ ഇളമ്പൽ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് കുമാരിമാരുടെ കുമാരി പൂജയാണ്. അപ്പം നമ്മുടെ കല്ലൂസ് ഞാൻ ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തു, പൗഡറൊക്കെ ഇട്ടു, കണ്ണെഴുതി, ഇനി മാല ഇട്ട് കൊടുക്കുകയാണ്. കല്ലൂസിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഒരുങ്ങാൻ. അതുപോലെ വലിയ കമ്മലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കമ്മലൊക്കെ ഇട്ടു, വളയിട്ടു. ഇനി നമുക്ക് റിങ് ഇട്ട് കൊടുത്തു. ഇനി കല്ലൂസിൻ്റെ പിരി ലൈറ്റായിട്ടൊന്ന് കറപ്പിച്ച് കൊടുക്കട്ടെ. നമ്മുടെ കല്ലൂസിന് ഒട്ടും ഇഷ്ടമല്ല പിരി എഴുതുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിരി എഴുതുന്നത്. കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ പിരി എഴുതാനല്ലേ പിന്നെ പറ്റുമോ? അങ്ങനെ അതൊക്കെ ചെയ്തു. ഇനി മുടി കെട്ടുന്ന വലിയൊരു ടാസ്ക് ആട്ടോ, ഫുൾ ഉടക്കായതുകൊണ്ട് അങ്ങനെ മുടിയൊക്കെ ഒരുവിധം കെട്ടി. പിന്നെ നമ്മൾ ഇന്നലെ ഇളമ്പ പോയപ്പം കുറേ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചായിരുന്നു. അങ്ങനെ മുല്ലപ്പൂ വെച്ചു. അമ്മ കല്ലൂസിന് വേണ്ടി ഒരു റോസാപ്പൂ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുമൊക്കെ വെച്ചു. പിന്നെ ഒരു നെറ്റിച്ചുട്ടി ഇട്ടു. അങ്ങനെ കല്ലൂസ് ഒരുവിധം റെഡിയായി. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, കൊള്ളാമോ എന്ന് പറയണേ. എനിക്കങ്ങനെ വലുതായിട്ട് ഒരുക്കാനൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ഇനി ഞാൻ കാശിക്കുട്ടനെ ഒരുക്കാൻ പോവാട്ടോ. ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നും ഇല്ലല്ലോ. ഒരു മുണ്ടെടുത്ത് കൊടുത്തു, അതിനുശേഷം ഒരു ഷർട്ട് ഇട്ടു. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊരു പൗഡറൊക്കെ ഒന്നിടും, പിന്നെ ഒരു സിന്ദൂരത്തിൻ്റെ കുറിയിട്ട് മുടിയൊന്ന് ചീപ്പി വെച്ച് ഞങ്ങൾ സെറ്റ്. അപ്പം ഞങ്ങൾ ഒരുവിധം ഒരുങ്ങി. അങ്ങനെ കല്ലൂസും കാശിക്കുട്ടനെ ഇറങ്ങി കേട്ടോ. കല്ലൂസ് 3 വർഷമായിട്ട് കുമാരി പൂജയ്ക്ക് ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വർഷം മാത്രമേ ഇരിക്കാൻ പറ്റില്ല, ഏട്ടന് സുഖമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാട്ടോ ഞാനിരിക്കുന്നത്. അമ്മമാരും കുഞ്ഞുങ്ങളും ആണല്ലോ പൂജയ്ക്ക് ഇരിക്കുന്നത്. പക്ഷേ അവനവൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്ത് ഇരുത്തൂല, വേറെ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് തരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പൂജിക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം വീഡിയോ എടുക്കുന്നോ കണ്ടുകൊണ്ട് നമ്മുടെ അമ്മ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട് കേട്ടോ. അത് പൊളിച്ചല്ലേ. സത്യം പറയാനുള്ള ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരുപാട് ലേറ്റാണ്. ഇനി കുമാരി പൂജ തുടങ്ങിയെന്ന് പോലും അറിഞ്ഞൂടാ. എല്ലാം റെഡിയായി വന്നപ്പോഴും സമയം പോയി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിലെത്തി. ഇളമ്പലിൽ കുടികൊള്ളും ഗണനായകൻ ദേവൻ, ഇടറുന്ന മനസ്സിന് തുണയാകണേ. ആമോദ ചിത്തരായി വാഴുന്ന ഭക്തരിൽ നിറദീപമായി കുടികൊള്ളണേ. മനം നിറഞ്ഞതിൽ നീ ലയിച്ചിടണേ. ഇളമ്പലിൽ കുടികൊള്ളും ഗണനായകൻ ദേവൻ, ഇടറുന്ന മനസ്സിന് തുണയാകണേ, തുണയാകണേ. പരബ്രഹ്മപൊരുളാകും കൈലാസനാഥന്റെ തിരുരൂപം കാണുവാൻ നടയിലെത്തി. പരബ്രഹ്മപൊരുളാകും കൈലാസനാഥന്റെ തിരുരൂപം കാണുവാൻ നടയിലെത്തി. കാരുണ്യക്കടലാകും മോദകപ്രിയനെ മനം നിറഞ്ഞടിയൻ കണ്ടു നിന്നു. ഇളമ്പൽ ദേശം പുണ്യദേശം, ഇളമ്പലിൽ കുടികൊള്ളും ഗണനായകൻ ദേവൻ, ഇടറുന്ന മനസ്സിന് തുണയാകണേ, തുണയാകണേ. വർഷത്തെ കുമാരി പൂജ കഴിഞ്ഞു. ഇനി അടുത്ത വർഷമുണ്ട്. അടുത്ത വർഷം വരണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് വരാൻ പറ്റി ഉറപ്പായിട്ടും വരും. പിന്നെ ഫ്രണ്ട്സ്, സൂപ്പർ മഴയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.